ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനാണ് കേട്ടോ. നമ്മളെ ക്ലീനിങ്ങും ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എടുത്ത് വരികയുണ്ടോ. എത്ര എടുത്താലും നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കും. പിന്നെയും നോക്കുമ്പോൾ പുതിയ പുതിയ ജോലികൾ ഇങ്ങനെ കാണും നമ്മൾ കേട്ടോ. വീടായാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് കേട്ടോ. പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതിൽ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തേങ്ങ ചിരവുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവുമ്പോൾ ആ ഒരു ചിരട്ട ഉണ്ടാവുമല്ലോ, അത് ഫുള്ള് ചിരവി എടുക്കാതെ നമ്മൾ ആ ചിരട്ട അടുപ്പിൽ കത്തിക്കരുത് കേട്ടോ. പെട്ടെന്നൊന്നും അടുപ്പിലേക്ക് ഇടരുത്. അത് നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുപോയി വെക്കുക. അപ്പം നമുക്ക് അത് കാണാൻ അത്രയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഉറുമ്പുകൾക്ക് അത് കഴിക്കാൻ അതിൽ അത്യാവശ്യം ഉണ്ടാവും. അപ്പം നമ്മൾ ചിരവി ഉടനെ അത് അടുപ്പിലേക്ക് ഇടരുത് കേട്ടില്ലേ. ഞാൻ ഇടാറില്ല. അത് ഞാൻ പിറ്റേ ദിവസം ഒക്കെയാണ് അത് ഇടാറ് കേട്ടോ. അപ്പം അങ്ങനെ ഉപ്പുമാവൊക്കെ ശരിയായിട്ടുണ്ട്. നമ്മൾ അറിയാത്ത ചെറിയ ചെറിയ എന്താ പറയുക, ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ സോഫ ശരിയാക്കുന്നുണ്ട്. ഇന്ന് സോഫയാണ് വൃത്തിയാക്കണത്. അപ്പോൾ സോഫയിലെ ഫുൾ അതിൻ്റെ വിരിയൊക്കെ എടുത്ത് അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സോഫ പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ല. പൊടികളൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ എത്രത്തോളം വർക്ക് ഉണ്ടോ അത്രയും നമുക്കതിൽ പണിയുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ സൈഡും അതേപോലെ നമ്മളത് ഇങ്ങനെ ചെരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ക്ലീൻ ചെയ്യണം കേട്ടോ. നന്നായി അതിൽ മാറാലകളും എല്ലാം ഉണ്ടാവും. അപ്പം നമ്മളത് മറിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, പക്ഷേ അതിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായി മാറാല കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്ര ക്ലീൻ ചെയ്താലും നമുക്ക് പിന്നെയും പിന്നെയും അതിങ്ങനെ ഈ പെട്ടെന്നാണല്ലോ ഈ മാറാലയൊക്കെ ഉണ്ടാവുക. കുറച്ച് സോപ്പും വെള്ളമൊക്കെ ആക്കിയിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ടോ. കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ എന്തായാലും നല്ലൊരു, അവിടെ വന്ന് ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയായി പോകും കേട്ടോ. നമുക്ക് ജോലി ചെയ്യാന്നല്ലാതെ എടുക്കണ ഓരോ ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ പൊടികളും ഒക്കെ ഒന്നും പോരാനും, പിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും അവിടെയൊക്കെ അവർ ആക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ഏതായാലും ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് വൃത്തിയായി കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അല്ലേ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സോഫേനെ തുടച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി കുറച്ച് സോപ്പ് വെള്ളമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മേൽഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അത് കുറേശ്ശൊക്കെ എന്നാലും പൊടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മളെ വിരി അലക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചൊക്കെ പൊടി ഉണ്ടെങ്കിൽ പോരട്ടെ വിചാരിച്ച് ഞാൻ എല്ലാ ഭാഗവും തുടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മളെ പുസ്തകങ്ങൾ നോക്കുമ്പോൾ അതിലും നന്നായി പൊടിയുണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും നമുക്ക് തോന്നില്ല, പക്ഷേ ഓരോ പുസ്തകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ചട്ടയിലൊക്കെ നന്നായി പൊടിയുണ്ട്. അതൊക്കെ തുടച്ച് ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പോൾ ആ കബോർഡ് കാണുമ്പോൾ എന്തോന്ന് അറിയാത്തൊരു ഭയങ്കര ഒരു ഫീലിംഗ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ്. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെ ഈ ജോലിയൊക്കെ ചെയ്യണം കേട്ടോ. അയ്യോ ഇതൊക്കെ തുടക്കാനുണ്ടല്ലോ എന്നുള്ള ആ ടെൻഷൻ ആദ്യം തന്നെ മനസ്സിലേക്ക് കയറ്റി വെച്ചാൽ പിന്നെ ഒരു പണി നടക്കില്ല. അപ്പോൾ എടുക്കുന്ന ജോലിക്കൊക്കെ ഭയങ്കര ഒരു പണിയാണ് എന്ന് തോന്നിപ്പോവുള്ളൂ. പക്ഷേ എൻജോയ് ചെയ്ത് അതൊരു കലയാണ് എന്നുള്ള രൂപത്തിൽ തന്നെ എടുത്തു നോക്കി. ഇപ്പോൾ ഈ ചിത്രം വരക്കുമ്പോൾ ഒക്കെ എന്ത് രസമാണ്. അതേപോലെ തന്നെ നമ്മളെ വീട് വൃത്തിയാക്കണം കേട്ടോ. നല്ല മനോഹരമായ വീടാക്കി മാറ്റാൻ നമ്മളെ കൊച്ചു വീട് മതി. ഒരുപാട് വലിയ വീടൊന്നും വേണ്ട. നമ്മളെ വീട് എങ്ങനെയാണോ അത് നമ്മൾ വൃത്തിയാക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി ഒക്കെ ഒരു പാത്രത്തിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. അതിനു വേണ്ടി കാത്തിരിക്കണ കുറേ പക്ഷികളും പൂച്ച നായ എന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ. അവർക്കൊക്കെ വേണ്ടി നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുമാതിരി രാത്രി കിടക്കുകയാണെങ്കിലും
അത് ഫുള്ളൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഉറങ്ങുക. അപ്പോൾ അവർക്ക് ദാഹജലം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലും വെള്ളം ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ കേട്ടോ. കാരണം ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ ദൈവത്തിന് ഭയങ്കര ഒരു ഇതാവും കേട്ടോ അതൊക്കെ ചെയ്യണത്. അപ്പോൾ മുകളിൽ ഒരു ജനലും കൂടെ ഉണ്ട്, അതും കൂടി തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. അതോടുകൂടെ ജനലിൻ്റെ ഫുൾ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ എപ്പോഴെങ്കിലും തുടക്കണ ജനലാണ് കേട്ടോ. ഒരു കസാലയിൽ കയറിയിട്ടൊക്കെ ഭയങ്കര ഡേഞ്ചറസായൊരു സ്ഥലമാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കസാലയിൽ കയറിയിട്ടാണ് തുടക്കണത്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അഥവാ വീണാൽ ആരെങ്കിലും കാണാനൊക്കെ വേണം. അതല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഫാന് തുടക്കുക അതൊന്നും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ വീഴുമ്പോൾ ആരും അത് കാണാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിനി അടുത്ത ദിവസം ഫാനൊക്കെ തുടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോളെത്തിയിട്ടുണ്ടല്ലോ, അവൾ വീട്ടിലുണ്ട്. അത് കാരണം കുറച്ച് ഉയർന്ന ഭാഗത്തുള്ള ജോലിയൊക്കെ നമ്മൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ റേഷൻ ഫ്രൂട്ടും അടക്കാപ്പഴം കൂടി ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് അത് ഇടയ്ക്ക് ഓരോ സ്പൂൺ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ജോലിക്ക് ഒരു എനർജിക്ക് വേണ്ടിയിട്ട്. മരുന്നൊന്നും ഇടാത്തതാണല്ലോ നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇറ്റിറ്റ് വീണ പാത്രത്തിൽ ഓരോ തുള്ളി ഇങ്ങനെ വീണ് വീണ് പാത്രം നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കുളിയാണ് നമ്മളെ ഈ പൂത്താങ്കിരി കിളികൾ. നമ്മളറിയാത്ത ഓരോ കാര്യങ്ങളാണ് ഇത് കേട്ടോ. എന്താ പറയുക, നമ്മൾ ചെറിയ ചെറിയ കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ നിന്നൊക്കെ ദൈവത്തിന് നമുക്ക് വലിയൊരു ഇത് നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ചെറിയ പാത്രത്തിൽ വേണം കേട്ടോ വെള്ളം വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ അവരതിൽ വീണിട്ട് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ഇതൊരു ബക്കറ്റിൻ്റെ അടപ്പാണ്, അതിലേക്ക് ഇങ്ങനെ ഓരോ തുള്ളി തുറന്ന് വെച്ചിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ എത്ര ടാപ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ടാപ്പ് ഇതേപോലെ തുറന്ന് ഓരോ തുള്ളി വീണ രൂപത്തിലൊന്ന് ആക്കി വെച്ച് കൊടുത്തോക്കാൻ. ഇപ്പോൾ രാത്രിയാണെങ്കിലും രാത്രി വരുന്ന എന്തൊക്കെ വരികയെന്ന് നമുക്കറിയില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഉണ്ടല്ലോ പുറത്തു കൂടി നടക്കാൻ പാമ്പ്, പല ജീവികളും ഉണ്ട്, അവർക്കൊക്കെ വെള്ളം കിട്ടും കേട്ടോ. ഒരു തുള്ളി ദാഹം തീർക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഭയങ്കര സംഭവം. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ നമ്മുടെ ദാഹം എത്രത്തോളം ഉണ്ടാവും. അപ്പോൾ അവർ നന്നായി കുളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇപ്പം നല്ല ചൂട്, ഒരു 3 മണി സമയമാണ് കേട്ടോ. ആ നേരത്താണ് അവർ വന്ന് ഓരോരുത്തരെ ഇറങ്ങി കുളിച്ച് കയറിപ്പോകുന്നുണ്ട് കേട്ടോ. ഇത് സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ് ഇവർ കേട്ടോ. അത് കഴിഞ്ഞ് കാക്കകളൊക്കെ ഒന്ന് കുളിച്ച് പോവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഫ്രണ്ട്സുകൾക്കും നമ്മളെ അടുത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യണുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാത്ത കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ച വന്നിട്ടുണ്ട്. പൂച്ച ഫുൾ മുഖത്ത് മാറാലയൊക്കെ ചിറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചിരി വന്നു പോയിട്ടോ. എവിടുന്നോ ചാടി വന്നിരിക്കുകയാണ്, ഫുൾ മാറാല മുഖത്തുണ്ട്. പക്ഷേ അത് കളയാൻ നോക്കുമ്പോൾ പൂച്ച ഓടിപ്പോകും കേട്ടോ. നമ്മൾ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല, പക്ഷേ ഉച്ച സമയപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് നടക്കുകയാണ്. അപ്പോൾ ഈ ക്ഷീണമൊക്കെ മാറാൻ ഈ ഗാർഡനിൽ കൂടി ഒന്ന് നടന്നാൽ തന്നെ നമ്മൾ അത്രയും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.